കർത്താവേ, അരുളിച്ചെയ്താലും. കർത്താവേ, ഞാൻ വിശ്വാസവും വിശ്വസ്തതയും സ്നേഹവുമൊക്കെ പങ്കുവച്ച ഒരു വ്യക്തി എന്നെ ചതിച്ചു. അതെന്നെ വല്ലാതെ തകർത്തു കളഞ്ഞു. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിശ്വാസവഞ്ചനയുടെ ആഘാതത്തിൽ നിന്ന് കരകയറുവാൻ എനിക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് ഇനി മറ്റുള്ളവരെ വിശ്വസിക്കാനും മുന്നോട്ട് പോകാനുമൊക്കെ എനിക്ക് കഴിയുക? പ്രിയ കുഞ്ഞെ, വിശ്വാസ വഞ്ചനയുടെ മുറിവിൻ്റെ വേദന എനിക്ക് നന്നായിട്ടറിയാം. എന്നോടൊപ്പം നടന്നവൻ, എന്നോടൊപ്പം ഭക്ഷണം പങ്കിട്ടവൻ, 3 വർഷക്കാലം ഞാൻ സ്നേഹിച്ചവൻ, എന്നെ ഗുരു എന്ന് വിളിച്ചവൻ എന്നെ വഞ്ചിച്ചു. അവൻ്റെ ദ്രവ്യാഗ്രഹം എന്നെ വെള്ളിക്കാശിന് വിൽക്കുവാൻ പ്രേരിപ്പിച്ചു. വിശ്വാസവഞ്ചനയുടെ മുറിവിന് കുഞ്ഞെ വലിയ ആഴവും വേദനയും തീവ്രതയുമൊക്കെയുണ്ട്. കാരണം അതേറ്റവും അടുത്തുള്ളവരിൽ നിന്നുണ്ടാകുന്ന കടന്നാക്രമണമാണ്. നിൻ്റെ വേദന നിസ്സാരമായി ഞാൻ കാണുന്നില്ല. ഞാനത് എൻ്റെ ഹൃദയത്തിൽ വഹിക്കുകയാണ്. കർത്താവേ, ഇത് വേദന മാത്രമല്ല, ഞാൻ ഒരാളിൽ സമർപ്പിച്ച ട്രസ്റ്റിൻ്റെ തകർച്ചയാണ്. ഉള്ളതും പങ്കുവെച്ച വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഇനി ലോകത്തിൽ ആരെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ വിശ്വസ്തരും സുരക്ഷിതരുമായി ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ആശയക്കുഴപ്പത്തിലാണ് കർത്താവേ ഞാനിപ്പോൾ. കുഞ്ഞെ, അതാണ് വഞ്ചനയുടെ മുറിപ്പാടിൻ്റെ ബാക്കി പത്രം. അത് നിൻ്റെ ഹൃദയത്തെ തകർക്കുക മാത്രമല്ല, അതിനു ചുറ്റും ഭയത്തിൻ്റെ മതിലുകൾ കെട്ടിപ്പൊക്കും. അതിനുള്ളിൽ നീ ഒറ്റപ്പെടുകയും ചെയ്യും. കുഞ്ഞെ, വിഷമിക്കാതിരിക്കൂ. ഞാൻ നിൻ്റെ സൗഖ്യദായകനാണ്. നിൻ്റെ ആന്തരിക മുറിവുകൾ ഞാൻ സൗഖ്യമാക്കും. മറ്റുള്ളവരെ വീണ്ടും സ്നേഹിക്കാനും വിശ്വസിക്കാനുമൊക്കെയുള്ള കഴിവ് ഞാൻ നിനക്ക് തരും. ആരെയും അന്ധമായി വിശ്വസിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടില്ല. മറിച്ച് എൻ്റെ ആത്മാവ് നൽകുന്ന തിരിച്ചറിവ്, വിവേചനപൂർണമായ വിലയിരുത്തലിനും തിരഞ്ഞെടുപ്പിനുമൊക്കെ നിന്നെ സഹായിക്കും. കർത്താവേ, എൻ്റെ ഹൃദയം തകർന്നവർക്ക് മാപ്പ് കൊടുക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? അതെ കുഞ്ഞെ, അവരോട് ക്ഷമിക്കണം. പ്രതികാരത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും നിരാശയുടെയുമൊക്കെ തടവിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ. മാപ്പ് കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ദോഷപ്രവൃത്തികളെ ന്യായീകരിക്കുകയല്ല. നിൻ്റെ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളുമൊക്കെ
ലഘൂകരിക്കാനും പ്രതികാര ചിന്തകളുടെ കൊടുങ്കാറ്റ് ശാന്തമാക്കാനുമൊക്കെ അത് സഹായിക്കും. എന്നെ മുറിവേൽപ്പിച്ചവർക്ക് ഞാൻ ക്രൂശിൽ മാപ്പ് കൊടുത്തു. മുറിവും വേദനയും അപമാനവും ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ല. വെറുപ്പിൻ്റെ മേൽ സ്നേഹം വിജയം നേടുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അവർക്കൊക്കെ മാപ്പ് കൊടുത്തത്. കുഞ്ഞെ, ക്ഷമ ഒരിക്കലും ബലഹീനതയല്ല. അത് പുനരുത്ഥാന ശക്തിയാണ്. നീതിയുള്ള ന്യായാധിപനായ കർത്താവേ, കുറ്റബോധം തോന്നാത്തവർക്കും ക്ഷമ ചോദിക്കാത്തവർക്കും മാപ്പ് കൊടുക്കുമ്പോൾ നീതി എവിടെയാണ്? കുഞ്ഞെ, നീതി നടത്തുവാനുള്ള ചുമതല എനിക്ക് വിട്ടേക്കൂ. അതൊന്നും ഓർത്ത് നീ ഭയപ്പെടേണ്ട. മുറിവേറ്റവരുടെ ഹൃദയനൊമ്പരവും കണ്ണുനീരുമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണാതെ പോകുന്ന യാതൊരു കാര്യവുമില്ല. ചിലർ ഒരിക്കലും പശ്ചാത്തപിക്കില്ല. അതോർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ ഭാരങ്ങൾ ഞാൻ എടുത്തു മാറ്റും. വൈകാരിക ബന്ധനങ്ങളുടെ ചങ്ങലകൾ ഞാൻ അഴിക്കും. അത് നിനക്ക് ശാന്തിയും സമാധാനവും നൽകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നടത്തും കുഞ്ഞെ. ഞാൻ നീതിയുള്ള ന്യായാധിപനാണ്. കർത്താവേ, മറ്റുള്ളവരുമായി വിശ്വാസവും വിശ്വസ്തതയും നിലനിർത്താൻ എനിക്കെങ്ങനെയാണ് ഇനി സാധിക്കുക? കുഞ്ഞെ, എന്നിൽ നിന്ന് വീണ്ടും തുടങ്ങണം. എന്നെ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും നീ തയ്യാറാകണം. ഞാൻ നിന്നെ ഒരിക്കലും വഞ്ചിക്കില്ല. നിന്നിൽ നിന്ന് മുഖം തിരിക്കില്ല. ആദ്യം എന്നിലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് നീ വീണ്ടും ചുവടുറപ്പിക്കണം. ആ അടിത്തറയിൽ നിന്ന് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല കുഞ്ഞെ. പങ്കുവയ്ക്കുന്ന ആ സ്നേഹത്തിന് ചിലപ്പോൾ വഞ്ചനയും ചതിയുമൊക്കെ പ്രതിഫലം ലഭിച്ചേക്കാം. അതുകൊണ്ട് നീ പരാജയപ്പെടില്ല. നിന്റെ നിർമ്മല സ്നേഹത്തിന് നിറം പുരട്ടുവാൻ ഞാൻ മറ്റനേകരെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. അതുമാത്രമല്ല, നിന്റെ സ്നേഹത്തിൽ വിഷം കലർത്തിയവരെ എൻ്റെ നീതിപീഠത്തിൻ്റെ മുമ്പിൽ ഞാൻ നിർത്തും. സ്നേഹത്തിനും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കും വേണ്ടി മറ്റുള്ളവരോട് യാചിക്കേണ്ടി വരുന്ന ഒരു കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ സ്നേഹയാത്ര തുടരുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രതീക്ഷയുടെ അടിത്തറ ഇളക്കുന്ന ദുരന്തമാണ് വിശ്വാസവഞ്ചന. അത് നമ്മുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുക മാത്രമല്ല,
മറ്റുള്ളവരെ, എന്തിന് ദൈവത്തെ പോലും വിശ്വസിക്കാനുള്ള നമ്മുടെ കഴിവിനെ വികലമാക്കും. വഞ്ചിക്കപ്പെട്ടപ്പോൾ പ്രതികാരം കൊണ്ടല്ല, സ്നേഹവും പിതാവിലുള്ള ആശ്രയവും കൊണ്ടാണ് നമ്മുടെ കർത്താവ് അതിനെ മറികടന്നത്. കടക്കാർക്ക് മാപ്പ് കൊടുക്കുന്നതിലൂടെയാണ് വഞ്ചനയുടെ മുറിവ് ഉണങ്ങുന്നത്. ഒരുപക്ഷെ മുറിവേൽപ്പിച്ചവർ മാപ്പ് അർഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ പ്രതികാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? സൗഖ്യദായകനായ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വീണ്ടും സ്നേഹിക്കാനും വിശ്വസിക്കാനുമൊക്കെയുള്ള കൃപ ദൈവം നമുക്ക് തരും. യേശു നമ്മുടെ സൗഖ്യദായകനാണ്. പാപം തകർത്ത ലോകത്ത് കരുതലോടും സൂക്ഷ്മതയോടും കൂടെ മനുഷ്യബന്ധങ്ങളിൽ സുരക്ഷിതമായി ഏർപ്പെടുവാനുള്ള കൃപ നമ്മുടെ കർത്താവ് നമുക്ക് തരും. റോമലേഖനം 12-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. സദൃശവാക്യം 4. നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്ത് സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. യെശയ്യാ പ്രവചനം 26. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവർ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ നമ്മുടെ ആന്തരിക മനസ്സിൽ ദൈവം സൗഖ്യവും സാന്ത്വനവും നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.